ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യനെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്താണ്? ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഉൽപ്പത്തി പുസ്തക പഠനം വെറും ചില അറിവുകൾ മാത്രമല്ല നമ്മൾക്ക് നൽകുന്നത്, പിന്നെയോ മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആത്യന്തികമായ ഉദ്ദേശങ്ങളും പദ്ധതികളും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചാകുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ മൃഗതുല്യരാക്കി തീർക്കുവാനുള്ള പൈശാചികമായ പ്രവൃത്തികളോട് നാം എതിർത്ത് നിൽക്കേണ്ടതുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഒരു സംശയമുണ്ടാവാം. ദൈവമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെങ്കിൽ എന്തുകൊണ്ടാണ് അത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരണം നമുക്ക് ദൈവം നൽകാതിരുന്നത്? പലപ്പോഴും ഈ സംശയം നമ്മെ അസഹ്യപ്പെടുത്തിയിരിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സൃഷ്ടിപ്പിൻ്റെ രേഖ അത്ര വിശ്വസനീയമായി തോന്നുന്നില്ല എന്നതാണോ നിങ്ങളുടെ പ്രശ്നം? എങ്കിൽ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, സൃഷ്ടിപ്പിനെക്കുറിച്ച് ലഭ്യമായിരിക്കുന്ന ഏറ്റവും ആധികാരികവും വിശ്വസനീയവുമായ രേഖ ആണ് ബൈബിളിലുള്ളത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഓരോന്നിനെയും സൃഷ്ടിച്ചത് ഓരോ വാക്യത്തിൽ പറഞ്ഞു നിർത്തിയതിന് ഒരു കാരണമുണ്ട്. ദൈവത്തിൻ്റെ പരമപ്രധാനമായ താല്പര്യം തൻ്റെ സ്വരൂപത്തിൽ താൻ സൃഷ്ടിക്കുവാൻ പോകുന്ന മനുഷ്യനിലായിരുന്നു. അതുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കൂടുതൽ വിശദീകരണം നൽകി. അല്ലെങ്കിൽ ഓരോ സൃഷ്ടിയുടെയും സൃഷ്ടിപ്പിൻ്റെ വിവരണം നൽകിയിരുന്നെങ്കിൽ എന്തുമാത്രം സ്ഥലവും സമയവും അതിനു വേണ്ടിയിരുന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ബൈബിൾ രചിച്ചതിൻ്റെ ഉദ്ദേശവും അതായിരുന്നില്ലല്ലോ. ലോകത്തിലുള്ള സകല സംശയങ്ങൾക്കും ഉത്തരം നൽകുവാൻ എഴുതപ്പെട്ടിട്ടുള്ളതല്ല ബൈബിൾ എന്ന് ഓർക്കണം. പിന്നെയോ ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തെ വിവരിക്കുവാൻ എഴുതിയതാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ട് വ്യക്തമാക്കപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് തർക്കിക്കാതെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്തെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നതാണ് ന്യായം, അതാണ് യുക്തി. ഉദാഹരണത്തിന്, നമുക്ക് ചുറ്റും ഇന്ന് നടക്കുന്ന സാധാരണ സംഭവ വികാസങ്ങൾ പോലും മുഴുവനായി ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കാത്തപ്പോൾ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കണം എന്ന കടുംപിടുത്തം ദോഷമല്ലേ? സർവശക്തനായ ദൈവത്തിൽ സമർപ്പിച്ചിട്ടുള്ള ജീവിതങ്ങളാണ് അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ളവർക്ക് ഇത് വിശ്വസിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ ഇടയില്ല. ഇന്നത്തെ പഠനം നമ്മെ എന്ത് മനസ്സിലാക്കി തരുന്നു എന്ന് തന്നെ നോക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം വരെ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 26 മുതലുള്ള വാക്യങ്ങളാണ് നാം ചിന്തിക്കുന്നത്. 26-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ആദ്യം ഇവിടെ ഉണ്ടാകാവുന്ന ഒരു സംശയം എങ്ങനെയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്നതാണ്. ഇനി 2-ാം അധ്യായത്തിൽ അതിനുള്ള വിശദീകരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നീട് അവർ വാഴട്ടെ എന്ന് ദൈവം പറഞ്ഞു. ഭൂമിയെ വാഴുവാനുള്ള അധികാരം ദൈവം മനുഷ്യന് കൊടുത്തു. ഇതിൻ്റെ അർത്ഥം ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിലെ ഒരു പ്രധാന തോട്ടക്കാരനാക്കി എന്നല്ല.
ആദാമിന് വളരെ വലിയ അധികാരം നൽകപ്പെട്ടിരുന്നു. അല്പം കൂടി മുൻപോട്ട് പഠിക്കുമ്പോൾ നാം അത് കാണുന്നുണ്ട്. സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ദൈവം ആദാമിനോട് കൽപ്പിച്ചിരുന്നു. 27-ാം വാക്യം നോക്കിക്കാട്ടെ. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിക്കുന്ന ഒരു ലളിതമായ വസ്തുത നമുക്കിവിടെ ലഭിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കുന്നതിനെ കുറിക്കുവാൻ ഉപയോഗിച്ചിരുന്ന ബാറ എന്ന എബ്രായ പദം ഈ അധ്യായത്തിൽ 3-ാമത്തെ പ്രാവശ്യമാണ് നാം കാണുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്നത്രേ. ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നാം വായിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ വിശദീകരണം അടുത്ത അധ്യായത്തിൽ കൂടുതലായി നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച വിശദീകരണത്തിൽ ഒട്ടുമുക്കാലും ദൈവം നൽകിയിട്ടില്ല എന്ന് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് മാത്രമാണ് ഇത് സംബന്ധിച്ച് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വിവരം. സകല വിവരങ്ങളും വേണമെങ്കിൽ അവന് നൽകാമായിരുന്നു. പക്ഷേ ദൈവം അങ്ങനെ ചെയ്തില്ല. അവിടുത്തെ സൃഷ്ടിപ്പിൽ ഒരു കാര്യത്തിൻ്റെ വിശദീകരണത്തിന് മാത്രം ദൈവം ഊന്നൽ കൊടുത്തു. അത് മനുഷ്യനെ സൃഷ്ടിച്ചതിനെക്കുറിച്ചുള്ളതാണ്. മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അല്പം വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം മുൻപിലത്തെ ക്ലാസ്സിൽ നാം കണ്ടു കഴിഞ്ഞു. ഈ രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം മനുഷ്യന് വേണ്ടിയാണെന്നതുകൊണ്ടാണത്. മനുഷ്യൻ്റെ ആരംഭത്തെക്കുറിച്ച് മനുഷ്യൻ അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഇവിടെ ദൈവം ഇപ്രകാരം പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്: നിൻ്റെ സ്വന്തം ആരംഭത്തെക്കുറിച്ച് അറിയുവാൻ ശ്രമിക്കുക, അല്ലാതെ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുടെ വിവരണത്തെക്കുറിച്ച് ഊഹാപോഹങ്ങളുമായി പോകേണ്ടതില്ല എന്ന്. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവവചനത്തിലെ അതിമഹത്തായ പ്രസ്താവനകളിൽ ഒന്നാണ് ഇതെന്ന് സമ്മതിക്കാതിരിക്കുവാൻ തരമില്ല. ഇത്രമാത്രം അത്ഭുതകരവും മനോഹരവുമായ മറ്റെന്തെങ്കിലും ഉണ്ടോ? എന്താണ് അത് അർത്ഥമാക്കുന്നത്? അതെ, മനുഷ്യൻ ദൈവത്തെപ്പോലെയാകുന്നു എന്ന്. ഇപ്പോൾ നിങ്ങളിൽ ചിലർ പറഞ്ഞേക്കാം, മനസ്സിലായി, മനുഷ്യനെ ശരീരവും മനസ്സും ആത്മാവും ഉള്ളവനായി സൃഷ്ടിച്ചു എന്നല്ലേ നിങ്ങൾ അർത്ഥമാക്കുന്നത്? അതെ, അതുതന്നെയാണ് ഞാൻ അർത്ഥമാക്കുന്നത്. മനുഷ്യൻ ശരീരവും മനസ്സും ആത്മാവുമുള്ള വ്യക്തിയാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത്തിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നമ്മൾ സാധാരണ പറയില്ലേ ദേഹം ദേഹി ആത്മാവെന്ന്. ഈ പറഞ്ഞത് സത്യമാണെങ്കിലും അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പറഞ്ഞതിന് കൂടുതൽ അർത്ഥമുണ്ടെന്ന് നാം കാണുവാൻ പോകുകയാണ്. എൻ്റെ ചിന്തയിൽ ഈ ഭാഗം ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ തനതായ വ്യക്തിത്വമുള്ളവനാകുന്നു എന്നത്രേ. അവൻ വികാരങ്ങളും ബുദ്ധിശക്തിയും ഇച്ഛാശക്തിയും ഉള്ളവനായി ദൈവം അവനെ സൃഷ്ടിച്ചു എന്ന്. മൈൻഡ്, ഇമോഷൻ ആൻഡ് വിൽ എന്ന് നമ്മൾ പറയത്തില്ലേ? അങ്ങനെ തനതായ വ്യക്തിത്വമുള്ള മനുഷ്യൻ ആത്മബോധമുള്ളവനാണ്. അതായത് അവൻ സ്വയം തീരുമാനമെടുക്കുവാൻ കഴിവുള്ളവനാണ്. ദൈവം സൃഷ്ടിച്ച മൃഗങ്ങളിൽ നിന്നും ദൂതന്മാരിൽ നിന്നും വിഭിന്നമായി മനുഷ്യനിലുള്ള ആ അതുല്യത തൻ്റെ സൃഷ്ടാവായ ദൈവവുമായി വളരെ വ്യക്തിപരമായൊരു ബന്ധം മനുഷ്യന് സ്ഥാപിക്കാം എന്നുള്ളതാണ്. ചിന്തിക്കുവാനുള്ളൊരു മനസ്സും അനുഭവിച്ചറിയുവാൻ വികാരങ്ങളും തീരുമാനങ്ങൾ എടുക്കുവാൻ ഇച്ഛാശക്തിയുമുള്ള ഒരു വ്യക്തിത്വം മാത്രമല്ല മനുഷ്യൻ. പിന്നെയോ ദൈവത്തെ അറിയുവാനും ആരാധിക്കുവാനും നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു ആന്തരിക സ്വഭാവവും ദൈവം മനുഷ്യന് നൽകി. നാം വായിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്ന്. പുരുഷൻ എപ്രകാരമാണ് സൃഷ്ടിക്കപ്പെട്ടത്, സ്ത്രീയെ എപ്രകാരമാണ് സൃഷ്ടിച്ചത് എന്നുള്ള വിവരണം ഈ വാക്യങ്ങൾ നമുക്ക് നൽകുന്നില്ല. 2-ാമത്തെ അധ്യായത്തിലെത്തുന്നത് വരെ നമുക്കത് കാണുവാൻ സാധിക്കുന്നില്ല. ഈ വലിയ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ തരുവാൻ
ദൈവം താല്പര്യപ്പെട്ടിരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അല്ലായിരുന്നുവെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വേറൊരധ്യായം അവൻ നൽകുമായിരുന്നു. താൻ സൃഷ്ടാവാകുന്നു എന്നൊരൊറ്റ കാര്യമല്ലാതെ വേറെ വിശദീകരണം ഒന്നും ദൈവം നൽകുന്നില്ല. ഇത് നമ്മെ എബ്രായ ലേഖനം 11 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വലിയ സത്യത്തിലേക്ക് എത്തിക്കുന്നു. അവിടെ നാം വായിക്കുന്നു, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഇന്ന് നാം കാണുന്ന വസ്തുക്കൾ ഒന്നുമില്ലായ്മയിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ളവയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നുമുള്ള സൃഷ്ടിപ്പ്. എന്നാൽ അത് വിശദീകരിക്കുവാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. പരിണാമ സിദ്ധാന്തവും നിങ്ങൾക്കത് വിവരിച്ചു തരുവാൻ പോകുന്നില്ല. എങ്ങനെയാണ് ഒന്നുമില്ലായ്മ ഉണ്മയായി തീർന്നതെന്നുള്ളതിന് പരിണാമ സിദ്ധാന്തത്തിനൊരു മറുപടിയും ഇതുവരെയില്ല. നമ്മുടെ മനസ്സിന് ഇത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. കാരണം മനസ്സിന് ആരംഭിക്കുവാൻ എന്തെങ്കിലും ഒന്ന് വേണം. എന്നാൽ ബൈബിൾ ഒന്നുമില്ലായ്മയിൽ നിന്നും ആരംഭിക്കുന്നു. എന്നാൽ അതിൻ്റെ കാരണഭൂതൻ ദൈവമാണ്. ദൈവം സൃഷ്ടിച്ചു. ഈ അധ്യായത്തിലെ ഏറ്റവും വലിയ വെളിപ്പാട് അതാണ്. ഇനിയും 28 വാക്യത്തിലേക്ക് നമുക്ക് വരാം. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. മനുഷ്യന് ദൈവം അസാധാരണമായ ചിലതൊക്കെ നൽകി. ഒന്നാമതായി ദൈവം മനുഷ്യനോട് പറയുന്നത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവീൻ എന്നത്രേ. സ്ത്രീയെ സൃഷ്ടിക്കുമ്പോഴും ദൈവം ഇതുതന്നെ ആവർത്തിക്കുന്നതായി നാം കാണുന്നുണ്ട്. ഈ ലൈംഗിക ചോദന, നമ്മൾ സെക്സ് എന്ന് പറയുമല്ലോ, ഈ വിഷയം പരിചയപ്പെടുത്തിയത് ദൈവമാണ്. ഞങ്ങളാണ് ആദ്യമായി ഈ ലൈംഗികത്വം കണ്ടുപിടിച്ചതെന്ന് നമ്മുടെ ഇന്നത്തെ തലമുറ വീരവാദം മുഴക്കുന്നത് രസകരമായിരിക്കുന്നു. ലൈംഗിക വൈകൃതം കണ്ടുപിടിച്ചത് അവരാണെന്ന് നമ്മുടെ തലമുറ പറഞ്ഞാൽ അത് മിക്കവാറും ശരിയായിരിക്കും. മനുഷ്യൻ ഭൂമിയിൽ പെരുകുവാനുള്ള ദൈവത്തിൻ്റെ രൂപരേഖ ആകുന്നു ഈ പറഞ്ഞ ലൈംഗിക ചോദന. എന്നാൽ ഇന്ന് പലപ്പോഴും അത് വികൃതമാക്കപ്പെടുന്നു. യഥാർത്ഥ ലൈംഗികത ആദിയിൽ തന്നെ ദൈവം ഇവിടെ നൽകുന്നു. ദൈവം വെച്ച അതിർവരമ്പുകൾക്കുള്ളിലുള്ള ലൈംഗികതയാണ് ശരി. അത് ലംഘിക്കുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. ദൈവം ആദിയിൽ ഇത് നൽകിയത് മനുഷ്യൻ്റെ നന്മയ്ക്കും മനുഷ്യൻ്റെ ആസ്വാദനത്തിനും വേണ്ടിയിട്ടാണ്. അത് പാപമല്ല. എന്നാൽ മനുഷ്യവർഗം ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ ഈ പറഞ്ഞത് മുഴുവൻ അവൻ വികൃതമാക്കി. അങ്ങനെ അത് വഷളത്വമായി. മനുഷ്യവർഗത്തെ ഈ പ്രപഞ്ചത്തിലാക്കുവാൻ വാസ്തവത്തിൽ ദൈവം 4 മാർഗങ്ങൾ ഉപയോഗിച്ചതായി നാം കാണുന്നുണ്ട്. ഒന്ന്, നേരിട്ടുള്ള സൃഷ്ടിപ്പ്. അതിലൂടെയാണ് ആദാം സൃഷ്ടിക്കപ്പെട്ടത്. രണ്ടാമത്തെ മാർഗം നേരിട്ടല്ലാത്ത സൃഷ്ടിപ്പ്. അങ്ങനെയാണല്ലോ ഹൗവ സൃഷ്ടിക്കപ്പെട്ടത്. മൂന്നാമത്തേത് ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ച കന്യകയിൽ നിന്നുള്ള ജനനം. അതാണല്ലോ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുവാൻ ദൈവം ഉപയോഗിച്ച മാർഗം. നാലാമത്തെ മാർഗം സ്വാഭാവിക ഉൽപാദനം, അതായത് നമുക്കൊക്കെ ഇന്നറിയാവുന്ന ജനനം. ദൈവം ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു നിലവാരത്തിലേക്ക് ഈ സ്വാഭാവിക സന്താനോൽപാദനത്തെ നാം വലിച്ചിഴച്ചു എന്നത് സങ്കടകരമാണ്. സന്താന ഉൽപാദനത്തിനും കൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇത് അത്ഭുതകരവും മഹത്വകരവുമായ ഒരു സത്യമാണ്. അല്ലാതെ ഇന്ന് പലരും ചെയ്യുന്നത് പോലെ അതിനെ അശ്ലീലവും ഹീനവുമായ ഒരു പ്രവൃത്തിയാക്കി മാറ്റാനല്ല. ഇന്ന് അശ്ലീലം എഴുതിയിട്ട് അതിനെ സാഹിത്യമെന്നും വഷളായതും ഹീനമായതുമായ ചിത്രങ്ങൾ നിർമ്മിച്ചിട്ട് അതിനെ കലയെന്നും വിളിക്കുന്ന പ്രവണതയുണ്ട്. ഈ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ വരവോടെ സെക്സ് ഇൻഡസ്ട്രി ഏറ്റവും വരുമാനമുള്ള ഒരു വ്യവസായമായി മാറിക്കഴിഞ്ഞു. അതിനുവേണ്ടി മനുഷ്യനെ അങ്ങേയറ്റം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് പ്രയോജനപ്രദം ആകേണ്ട വെബ്സൈറ്റുകൾ തുറന്നാൽ പോലും
അതിനോട് ചേർന്ന് എന്തുമാത്രം മ്ലേച്ഛമായ കാര്യങ്ങളാണ് വരുന്നത്. പ്രയോജനപ്രദമായി ഉപയോഗിക്കേണ്ട മാധ്യമങ്ങൾ ഇന്ന് വഷളത്വം വർദ്ധിക്കുവാൻ മാത്രമല്ലേ ഉപകരിക്കുന്നുള്ളൂ. സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരോട് എനിക്ക് ബഹുമാനമേ ഉള്ളൂ. എന്നാൽ മനുഷ്യൻ്റെ ബലഹീനതയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവർ ആരായിരുന്നാലും അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരും ഈ ചൂഷണ വലയത്തിൽ പെടരുതെന്ന് മാത്രമല്ല, ഒരു വിധത്തിലും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അശ്ലീലമടങ്ങിയ വെബ്സൈറ്റുകളായാലും മാസികകളായാലും സാമൂഹ്യ മാധ്യമങ്ങളായാലും ചലച്ചിത്രങ്ങളായാലും അതെല്ലാം പാപമാണ്. ഈ നീലച്ചിത്രങ്ങൾ കാണുന്നത് ഇന്ന് നമ്മുടെ യുവതലമുറയുടെ ഒരു ഹരമായി തീർന്നിരിക്കുകയാണല്ലോ. വിരൽത്തുമ്പിലാണ് അത്, എത്ര വേണമെങ്കിലും കിട്ടും. എന്നാൽ പലപ്പോഴും അതിനെ സ്വാഭാവിക ചോദനയായി ആളുകൾ ന്യായീകരിക്കുന്നു. ഒരു സംശയവും വേണ്ട, ഇത് പാപമാണ്. ഈ വൃത്തികേടുകൾക്കെതിരെ ശബ്ദമുയർത്തുവാൻ ചില നിരൂപകർ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ച് ദൈവിക ദർശനം ലഭിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വഷളത്വങ്ങളോട് പോരാടുവാൻ കഴിയൂ. കലയുടെയും പുരോഗമനത്തിൻ്റെയും മറവിൽ കാണിക്കുന്ന ഈ വക കാര്യങ്ങൾ അശുദ്ധമാണ്, അസംബന്ധമാണ്. അതുകൊണ്ട് ദൈവവചനം പഠിക്കൂ, ഈ വിഷയത്തെ ശരിയായി മനസ്സിലാക്കൂ. ലൈംഗികത ദുരുപയോഗപ്പെടുത്തുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചത്. ദൈവം സാരവത്തായ സ്വയംകൃതമായ അസ്തിത്വമാണ്. അനശ്വരമായ ഒരു ആത്മാവിനെ മനുഷ്യന് നൽകുക വഴി ദൈവം മനുഷ്യനൊരു യഥാർത്ഥ വ്യക്തിത്വവും നൽകുകയുണ്ടായി. മനുഷ്യനൊരു ആത്മബോധമുണ്ട്, തിരഞ്ഞെടുക്കുവാനുള്ളൊരു സ്വാതന്ത്ര്യം അവനുണ്ട്. അവന് വ്യത്യസ്തമായൊരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. കാരണം അവൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. ദൈവം പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവീൻ എന്ന്. അതായത് സന്താനോൽപാദനത്തിലൂടെ ഭൂമി നിറയ്ക്കുവാൻ ദൈവം മനുഷ്യനോട് ആജ്ഞാപിച്ചു. നിറവീൻ എന്ന വാക്കിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം കുറവ് നികത്തുക, സമ്പൂർണ്ണമാക്കുക, വിടവടയ്ക്കുക എന്നൊക്കെയാണ്. അതൊരു ചിന്തിപ്പിക്കുന്ന പ്രയോഗം തന്നെയാണല്ലേ. മറ്റേതെങ്കിലും ജീവികളാൽ ഈ ഭൂമി നേരത്തെ നിറയപ്പെട്ടിരുന്നു എന്നൊരു ധ്വനി ഈ ഭാഗത്ത് കാണുവാൻ കഴിയും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് അവ ഇല്ലാതായിത്തീർന്നു. ഭൂമിയെ അടക്കി വാഴുവാൻ കൂടി ദൈവം മനുഷ്യനോട് അരുളി ചെയ്തു. ഇന്നത്തെ പഠനങ്ങളുടെയും ശാസ്ത്രീയ ഗവേഷണങ്ങളുടെയും പുരോഗതിയുടെയും ഒക്കെ അടിസ്ഥാന കാരണം ഇതാണ് എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. സദൃശവാക്യങ്ങൾ 25-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഇപ്രകാരം പറഞ്ഞു: കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം, കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. ഭൂമിയിൽ വളരെ ആഴത്തിൽ ദൈവം രത്നങ്ങളെ മറച്ചു വെക്കുന്നു. മനുഷ്യൻ കുഴിച്ച് ചെന്ന് കണ്ടുപിടിക്കേണ്ടതിന് ദൈവം നിധികളും സൂക്ഷിക്കുന്നു. അറിവിൻ്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. ദൈവവചന പഠനത്തിൻ്റെ കാര്യത്തിലും ഇത് വളരെ സത്യമാണ്. പരീക്ഷണശാലയിലേക്ക് പോയി ടെസ്റ്റ് ട്യൂബും മൈക്രോസ്കോപ്പും ഒക്കെ എടുത്ത് നാം പഠിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ചിലപ്പോൾ ഈ നല്ല സാധ്യതയെ മനുഷ്യൻ തെറ്റായി ഉപയോഗിക്കുന്നു. സതുദ്ദേശത്തോടെയുള്ള പരീക്ഷണങ്ങൾ ആറ്റം ബോംബിൻ്റെ നിർമ്മാണത്തിൽ ചെന്ന് നിൽക്കുന്നത് അതുകൊണ്ടാണ്. ദൈവം പറയുന്നു, വാഴുവീൻ. ദൈവം മനുഷ്യന് നൽകുന്ന ആജ്ഞയാണത്. ഏദൻ തോട്ടത്തിലെ കാട് പറിച്ച് വൃത്തിയാക്കുന്ന തോട്ടക്കാരൻ ആക്കുവാനുള്ള കൽപ്പനയല്ലത്, മറിച്ച് ഭൂമിയെ വാഴുവാനാണ്, ഇതിനെ മാനേജ് ചെയ്യുവാനാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. മനുഷ്യൻ സകല സൃഷ്ടികളുടെയും കാര്യവിചാരകനാണ്, കാര്യസ്ഥൻ. ഞാൻ ചിന്തിക്കുന്നത് കാലാവസ്ഥ പോലും നിയന്ത്രിക്കുവാനുള്ള കഴിവ് ആദാമിനുണ്ടായിരുന്നു എന്നത്രേ. അവൻ ഭൂമിയിൽ ഭരണം നടത്തി. ഇത് തന്നെയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നാം കാണുന്നത്. അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവന് പ്രകൃതിയുടെ മേൽ നിയന്ത്രണം ഉണ്ടായിരുന്നത് നമുക്കറിയാം. കാറ്റിനോട് അടങ്ങുക എന്ന് പറയുവാൻ അവന് കഴിഞ്ഞിരുന്നു.
വന്യമൃഗങ്ങളോട് ചേർന്ന് ജീവിക്കുവാൻ അവന് കഴിഞ്ഞിരുന്നു. മീൻ കിട്ടാതിരുന്ന ആ ശിഷ്യന്മാരോട് മീനുള്ള ഇടത്തേക്ക് വലയെറിയുവാൻ അവൻ ആവശ്യപ്പെട്ടു. അവർ വലയിട്ടു. അവർക്ക് വലിയ മീൻകൂട്ടം കിട്ടി. 5 അപ്പവും 2 മീനും കൊണ്ട് ഒരു വലിയ കൂട്ടത്തെ പോഷിപ്പിക്കുവാൻ അവന് കഴിഞ്ഞു. തൻ്റെ വീഴ്ച വരെ ആദാമിന് ഇതുപോലെ പലതും ചെയ്യുവാനുള്ള കഴിവുണ്ടായിരുന്നു എന്നത്ര എൻ്റെ അഭിപ്രായം. എന്നാൽ പാപത്തിൽ വീണതോടുകൂടി ദൈവം മനുഷ്യന് നൽകിയ ആ അധികാരം അവന് നഷ്ടമായി. അവനത് നഷ്ടപ്പെടുത്തിയതാണ്. ഇനി 29-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിൻ്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. ഈ പ്രസ്താവനയിൽ നിന്നും എനിക്ക് ഊഹിക്കുവാൻ സാധിക്കുന്നത് ആദ്യം മനുഷ്യൻ ഒരു സസ്യഭുക്കായിരുന്നു എന്നത്രേ, വെജിറ്റേറിയൻ. ജലപ്രളയത്തിന് ശേഷമായിരിക്കും മനുഷ്യൻ മാംസം ഭക്ഷിക്കുവാൻ തുടങ്ങിയത്. ഇനിയും ഒടുവിലത്തെ 2 വാക്യങ്ങൾ 1-ാം അധ്യായത്തിൻ്റെ 30-ഉം 31-ഉം വാക്യങ്ങൾ. ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ച സസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. താൻ ഉണ്ടാക്കിയതിനെയൊക്കെയും ദൈവം നോക്കി, അതെത്രയും നല്ലത് എന്ന് കണ്ടു. സന്ധ്യയായി, ഉഷസ്സുമായി 6-ാം ദിവസം. ഇപ്പോൾ നമ്മൾ 1-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുവരെ ചിന്തിച്ച കാര്യങ്ങൾ ഒന്ന് സംക്ഷേപിക്കുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു. കാരണം ഈ 1-ാം അധ്യായം അത്ര പ്രധാനപ്പെട്ടതാണ്. 1-ാം അധ്യായത്തിൽ ദൈവം എന്ന് 32 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ദൈവമുണ്ടെന്ന് തെളിയിക്കുവാൻ ബൈബിൾ ഒരു ശ്രമവും നടത്തുന്നില്ല എന്നത് ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം ബൈബിൾ തന്നെ പറയുന്നു ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. 14-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ. ആത്മീയ വീണ്ടെടുപ്പിൻ്റെ സത്യം വെളിപ്പെടുത്തുവാൻ എഴുതപ്പെട്ട പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഈ പറഞ്ഞതൊക്കെ വിശ്വാസത്താൽ മാത്രമേ നമുക്ക് ലഭിക്കൂ. അതുകൊണ്ട് ഇവിടെ ദൈവമാണ് ഇതൊക്കെയും സൃഷ്ടിച്ചത് എന്ന വസ്തുത നമുക്ക് സ്പഷ്ടമാണ്. ഉൽപ്പത്തി 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ഏകത്വം, ദൈവത്തിൻ്റെ ശക്തി, വ്യക്തിത്വം എന്നിവയാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞത് ഇതുതന്നെയാണ്. അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു എന്ന്. എങ്ങനെയാണ് അവ തെളിവായി വെളിപ്പെട്ടു വരുന്നത്? അവൻ്റെ പ്രവൃത്തികളാൽ. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവും ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടതിന് തന്നെ. ദൈവത്തെ വിശ്വസിക്കാതിരിക്കുവാൻ നിങ്ങൾക്കൊരു നിർവാഹവുമില്ല. അവനെ വിശ്വസിക്കാതിരിക്കുന്നു എങ്കിൽ അത് തെളിവുകളില്ലാത്തതിനാലല്ല, മറിച്ച് നിങ്ങൾ അവനെ തള്ളിക്കളയുന്നത് കൊണ്ട് മാത്രമാണ്. ഈ 1-ാം അധ്യായത്തിൽ കാണുന്ന വേറെ ചില സത്യങ്ങൾ കൂടി ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഈ അധ്യായം ബഹുദൈവ വിശ്വാസത്തെ തള്ളിക്കളയും. ഒരൊറ്റ ദൈവമാണ് സൃഷ്ടിക്കുന്നത്. രണ്ടാമതായി, പദാർത്ഥത്തിൻ്റെ നിത്യത ഈ അധ്യായം അംഗീകരിക്കുന്നില്ല. ആദ്യത്തെ വാക്ക് തന്നെ ആദിയിൽ എന്നാണല്ലോ. അതുകൊണ്ട് ഇതിനെല്ലാം ഒരു ആദി ഉണ്ടെന്നുള്ളത് തീർച്ചയാണ്. മൂന്നാമതായി, ഈ അധ്യായം സർവദേവവാദം, പാന്തീസം അല്ലെങ്കിൽ എല്ലാം ദൈവമാകുന്നു എന്ന വാദം തള്ളിക്കളയുന്നു. തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എന്നുള്ള ആ ചിന്ത. ദൈവം സകലത്തിൻ്റെയും മുമ്പിലുണ്ട്, എന്നാൽ അവ ഒന്നും കൂടാതെ ഉള്ളവനും ആകുന്നു. അതായത് ഇവയൊന്നുമില്ലെങ്കിലും ദൈവമുണ്ട്. നാലാമതായി, 1-ാം അധ്യായം വിധിവിശ്വാസത്തെ അല്ലെങ്കിൽ ഫേറ്റലിസം തള്ളിക്കളയുന്നു. ദൈവം തൻ്റെ ഇച്ഛാശക്തിയുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് 1-ാം അധ്യായം ഒന്ന് ഇനം തിരിച്ച് നോക്കാം. 1 ക്രമം, 2 പുരോഗതി, 3 കൃത്യത, 4 പൂർണ്ണത. മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ അതിവിശിഷ്ടമായ സൃഷ്ടിയാകുന്നു. കാരണം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദൈവസ്വരൂപത്തിലാണ്. അതിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ, അതായത് ആത്മീയമായ, ധാർമ്മികമായ, ബുദ്ധിപരമായ സ്വഭാവങ്ങൾ ദൈവസ്വരൂപത്തിലാണെന്നല്ല. പിന്നെയോ മനുഷ്യൻ മുഴുവനായി ദൈവസ്വരൂപത്തിലാണ്
എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയാണെന്ന് പറയുന്നത്. ഭൂമിയിൽ തൻ്റെ മറ്റ് സൃഷ്ടികളുടെ മേൽ വാഴുവാനായി ദൈവം മനുഷ്യനെ നിയമിച്ചു, മാനേജ് ചെയ്യുവാൻ, അതിനെ നോക്കി നടത്തുവാൻ. ദൈവം നൽകിയ തേജസ് മനുഷ്യൻ നഷ്ടപ്പെടുത്തിയതാണല്ലോ നമ്മുടെ മനുഷ്യത്വം പോകുവാനുള്ള കാരണം. ദൈവം എത്ര സ്നേഹവാനാണ്. ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്കത് വ്യക്തമാകും. കാരണം സ്നേഹം മൂലമാണ് അവിടുന്ന് നമ്മെ സൃഷ്ടിച്ചത്. ആ സ്നേഹം ആസ്വദിക്കുവാൻ, അനുഭവിക്കുവാൻ, അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ ഈ പഠനത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സത്യദൈവത്തെക്കുറിച്ചും അവിടുത്തെ പദ്ധതികളെക്കുറിച്ചുമുള്ള അജ്ഞത ഒരു വിധത്തിൽ അനാഥത്വമാണ് മനുഷ്യനിൽ സൃഷ്ടിക്കുന്നത്. എന്നാൽ തങ്ങളുടെ സൃഷ്ടിതാവിനെയും അവിടുത്തെ ഉദ്ദേശങ്ങളെയും തിരിച്ചറിയുന്നത് മൂലം ഒരു പിതാവിൻ്റെ സ്നേഹവും സുരക്ഷിതത്വവും കരുതലുമൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് പിതാവായ ഈ ദൈവത്തെ വെളിപ്പെടുത്തുന്നതിനാണ് തൻ്റെ ശുശ്രൂഷയിൽ ഊന്നൽ നൽകിയത്.